നമ്മുടെ ഭരണകൂടം മുന്നിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തിട്ട് ദ വേ ഓഫ് അറ്റാക്ക് ഈസ് ബീൻ ഗിവൺ ടു അതിൻ്റെ ഒരു ഡിസിഷൻ മിലിറ്ററിക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മളൊരു വാർ എന്ന് പറയുമ്പം അതിന് പല രീതിയിലുള്ള പ്രിപ്പയർനെസ് വേണം. നമുക്ക് ശക്തിയുണ്ട്, നമ്മൾ ഡിഫെൻസീവ് ആണ്. ഫർദർ ദെൻ ഹൗ ഈസ് ദ ടാർജറ്റ്സ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ ടാർജറ്റ്സിൽ നമ്മൾ അവരുടെ അറ്റാക്സ് ഉണ്ടാവാതിരിക്കാൻ കാഷ്വാലിറ്റി ഇൻ അവർ സൈഡ് ഷുഡ് ബി മിനിമൈസ്ഡ്. അപ്പോൾ നമ്മുടെ ബോർഡർ സജ്ജമായിരിക്കണം. ബോർഡർ ഏരിയസിലുള്ള വില്ലേജസ് ആൻഡ് അതർ തിങ്സ് ഷുഡ് ബി സിവിൽ അഡ്മിനിസ്ട്രേഷൻ കോറിലേഷൻസ് ഉണ്ടാവണം. ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് there should be much of coordinations in how to take up the attacks, the timing of attack, how each of the forces will be taking the timely decisions and timely encounters. ഇതെല്ലാം ഒരു ഘടകങ്ങളാണ്. മിലിറ്ററി ഈസ് വാട്ട് അതൊരു ഡോക്ട്രിൻ ഉണ്ട്. അപ്പോൾ ആ ഡോക്ട്രിനും അതിൻ്റെ ഒരു സ്ട്രാറ്റജിയും വെച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ പോകുന്നത്. എന്താണെങ്കിലും നമ്മുടെ അറ്റാക്ക് വളരെ പ്രിപ്പയർഡും പ്ലാൻഡും ആയിരിക്കും. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് മച്ച് ഓഫ്. നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് POK വി ഷുഡ് ഇവാക്യുവേറ്റ് POK. ദ ടാർജറ്റ് മീൻസ് ദ ടെററിസ്റ്റ് ടാർജറ്റ് ഷുഡ് ബി മീൻസ് ഇനി അവർ ഉയർത്തെഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ അത് തീർത്തു വരണം എന്നുള്ളൊരു സ്ട്രാറ്റജി തന്നെയാണ് എടുക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പാകിസ്ഥാന്റെ ഈ പറയുന്ന പ്രൊവോക്കിങ്സിനൊന്നും നമ്മുടെ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിലും ഹോം മിനിസ്റ്റർ ആണെങ്കിലും നോ അതർ ഡിഗ്നിറ്ററീസ് ഈവൻ മിലിറ്ററി ഈസ് നോട്ട് ബീൻ ഹെയർ ടു റിറ്റാലിയേറ്റ് ബാക്ക്. നമ്മളതൊന്നും സംസാരത്തിലൂടെ റിറ്റാലിറ്റി ചെയ്യുന്നില്ല. സോ ദാറ്റ് ആൾസോ ആഡ്സ് ടു അവർ പവർ ഓഫ് അറ്റാക്ക്. അതാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് അവർ ഡിഫൻസ് ഈസ് നമുക്കൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ സ്റ്റിൽ വെദർ ഇറ്റ്സ് എ സ്മാൾ മീൻസ് ഒരു വലിയ ടാർജറ്റ്സ് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് വലിയ ഭീകരമായിട്ടൊരു കാര്യം ചെയ്യേണ്ടി വരുന്നില്ലെങ്കിലോ ഒന്നുമല്ല അതിൻ്റെ കാര്യം. ബട്ട് വിൽ ബി ടേക്കിംഗ് എ സ്ട്രോങ് പ്രിപ്പയർനെസ് ആൻഡ് ദിസ് ടൈം ഇറ്റ് ഈസ് റിയൽ വേ ഓഫ് അത് തീർത്തിട്ടേ വരുത്തുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ആണ് മിലിറ്ററിയുടെയും നമ്മുടെ ഗവർണൻസിനെയും. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ ദാൻ അതർ തിങ് ആൻഡ് വിൽ ബി ടേക്കിംഗ് എ റിസൾട്ട് ഓൺ ദീസ് തിങ്സ്. ഏർലിയർ ടൈംസ് നമ്മൾ അച്ചീവ് ചെയ്തതെല്ലാം വിട്ടുകൊടുത്തിട്ട് പല കരാറിലും കാര്യങ്ങളിലൊക്കെ വിട്ടുകൊടുത്തിട്ട് വന്നു. ഇന്നും നമ്മൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ 1999 തൊട്ട് 5-6 സ്ട്രൈക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി പൈസ അതിന് ചെലവാക്കിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരെ നമുക്ക് രക്തസാക്ഷികളാക്കേണ്ട ആയി തീർന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം വിൽ ബി ടേക്കിംഗ് ദിസ് ടൈം ഇറ്റ് ഇസ് എ ഫുൾ പ്രൂഫ് attack and retaliation. And moreover, government has given a full proof interest on the military. So that is also give more empowering our military morale and other.